ഭാര്യ അറിയാത്ത രഹസ്യങ്ങളുണ്ടോ? ഭാര്യ അറിയാത്ത രഹസ്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എന്ത് ഉത്തരം പറഞ്ഞാലും പ്രശ്നമാണ്. ഇതിനൊക്കെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലപാടുകൾ നമ്മൾ ഓരോ കാലഘട്ടത്തിലും ഉണ്ടാവുകയാണല്ലോ. അപ്പോൾ വ്യതിചലിക്കുക എന്നുള്ളതല്ല, നമുക്ക് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചാണ് നിലപാട് സ്വീകരിക്കുക. മലയാളികളെ വിഡ്ഢികളാക്കാൻ എളുപ്പമാണെന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും. എന്തെങ്കിലും എക്സാമ്പിൾസ് പറയണമെന്ന് ആഗ്രഹമുണ്ടോ? നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കോൺസ്പിറസി തിയറി വളരെ നിസ്സാരമായ കാര്യത്തിന് പോലും ആരെങ്കിലുമൊക്കെ പ്രചരിപ്പിച്ചാൽ അത് വിശ്വസിക്കുകയും വിവാദം ഉണ്ടാവുകയും ചെയ്യുന്ന നാടാണിത്. ഒരു ഇൻസ്റ്റൻസ് ഒന്നുമല്ല, ഏത് കാര്യത്തിൽ വേണമെങ്കിലും നമുക്കത് പറയാം. പെയ്ഡ് ന്യൂസ് കേരളത്തിൽ സജീവമാണോ? കേരളത്തിൽ സജീവമല്ല. വാർത്തകൾ വളച്ചൊടിക്കാൻ കൂട്ടു നിൽക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ കൂട്ടു നിൽക്കാൻ വിളിച്ചാൽ പോവോ? പോവില്ല. ആരെങ്കിലും സ്ഥിരമായി വേട്ടയാടിയിട്ടുണ്ടോ? ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി നാട്ടുകാർ പറയണം. അർഹിച്ച അംഗീകാരങ്ങൾ കിട്ടാതെ പോയതായി തോന്നിയിട്ടുണ്ടോ? ഹേയ്, ഈ ലുക്ക് ഒന്ന് മാറ്റി പിടിക്കണം തോന്നിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഭാര്യ അറിയാത്ത രഹസ്യങ്ങളുണ്ടോ? ഭാര്യ അറിയാത്ത രഹസ്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എന്ത് ഉത്തരം പറഞ്ഞാലും പ്രശ്നമാണ്. അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലായി. അഭിലാഷ് മോഹൻ ഏതെങ്കിലും കേസിന്റെ സാക്ഷിയാണോ? സാക്ഷിയായിരുന്നു, ആയിട്ടുണ്ട്. സൈബർ ആക്രമണം നേരിട്ടിട്ടുണ്ടോ? അല്ലറ ചില്ലറ. ഞാൻ ആക്രമണം എന്നൊക്കെ പറയാവോന്ന് എനിക്കറിയില്ല. അങ്ങനെ ഓരോ വാർത്തകൾ പല 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 സന്ദർഭങ്ങളിൽ. നിലപാടുകളിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ടോ? നിലപാടുകൾ ഇതിനൊക്കെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലപാടുകൾ നമ്മൾ ഓരോ കാലഘട്ടത്തിലും ഉണ്ടാവുകയാണല്ലോ. അപ്പോൾ വ്യതിചലിക്കുക എന്നുള്ളതല്ല, നമുക്ക് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചാണ് നിലപാട് സ്വീകരിക്കുക. ഒരു കാര്യമില്ലാതെ ആരെങ്കിലും പുകഴ്ത്തിയിട്ടുണ്ടോ? ഉണ്ടാവാം. ഫേക്ക് ഐഡി ഉണ്ടോ? ഇല്ലില്ല, ഉറപ്പാണ്. ഉള്ള ഐഡി തന്നെ വലിയ പാടുപെട്ടാണ്. ചിലരോടെങ്കിലും ലൈഫിൽ പഞ്ചാര അടിച്ചിട്ടുണ്ടോ? സ്വാഭാവികം. ഞാനൊരു സംഭവമാണെന്ന് സ്വയം തോന്നിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. സിനിമ കണ്ട് കരഞ്ഞിട്ടുണ്ടോ? ഏത് സിനിമയാണെന്ന് പറയാൻ ആഗ്രഹമുണ്ടോ? ഒരുപാട് സിനിമ. ഒന്ന് ഡെഫിനറ്റ്ലി തനിയാവർത്തനം, രണ്ടാമത്തേത് നെയ്ത്തുകാരൻ. ജീവിതത്തിൽ എപ്പോഴെങ്കിലും റിഗ്രറ്റുകൾ തോന്നിയിട്ടുണ്ടോ? ജേർണലിസ്റ്റ് ആയതിനാണോ? ജേർണലിസ്റ്റ് ആയതിനല്ല, ജേർണലിസ്റ്റായി ചെയ്യുന്ന ചില കാര്യങ്ങൾ തോന്നാറുണ്ട്. കോ ആങ്കറിനോട് ക്രഷ് തോന്നിയിട്ടുണ്ടോ? ഉത്തരം സത്യമാണോ? അതെ അതെ. ചർച്ചകൾക്കിടയിൽ ഇറങ്ങി പോകാൻ തോന്നിയിട്ടുണ്ടോ? ചർച്ചകൾക്കിടയ്ക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്റെ പണി പോകും. ചാനൽ ചർച്ചക്കിടയിൽ ഏതെങ്കിലും ഗസ്റ്റിന് 2 ഇടി കൊടുക്കാൻ തോന്നിയിട്ടുണ്ടോ? നാളെ ആൾക്കാരൊക്കെ വിളിക്കേണ്ടതാണ്. സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ? ഇല്ല.